കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം അവസാനിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. CPM നിലവിലുള്ള 35 MLA-മാരിൽ ആർക്കും തന്നെ ആ നിയമസഭയിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ടോ ഒരു ഫൈറ്റർ ആവാനോ പറ്റൂല. CPM എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ 2 MLA-മാരെ രാജിവെപ്പിച്ചിട്ട് MP രാജേഷിനെയോ M സ്വരാജിനെ പോലത്തെവരെ എത്രയും പെട്ടെന്ന് നിയമസഭയിൽ എത്തിക്കുക. അല്ലെങ്കിൽ വരുന്ന 5 കൊല്ലം നിങ്ങൾ VD സതീശിന് മുമ്പിൽ ഒരു ഉത്തരമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും. VD സതീശൻ എന്ന് പറഞ്ഞാൽ അങ്ങേര് പഠിച്ച് കാര്യങ്ങൾ പറയുന്ന, കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് വിവരങ്ങൾ അവതരിപ്പിക്കുന്ന, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡബിൾ മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ്. അതിന് മുമ്പിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ നിലവിലുള്ള പിണറായിക്കോ ബാലഗോപാലിനോ റിയാസിനോ സജി ചെറിയാനോ ഒന്നും തന്നെ ഒരു ഫൈറ്റർ ആവാനോ VD സതീശന്റെ മുമ്പിൽ എത്താനോ പറ്റത്തില്ല. സോ എത്രയും പെട്ടെന്ന് 2 പേരെ വിജയിപ്പിച്ച് MP രാജേഷിനെയോ സ്വരാജിനെയോ നിയമസഭയിൽ എത്തിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾക്കും തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കും തന്നെ നിങ്ങളിലെ ഒരു വിശ്വാസം ഉണ്ടാകത്തില്ല. യാതൊരുവിധ നല്ലൊരു പ്രതിപക്ഷം ആവാൻ നിങ്ങൾക്ക് പറ്റത്തുമില്ല.